അപ്പോ മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചും വഞ്ചിച്ചും സ്വത്തുണ്ടാക്കിയെടുക്കാതെ ഹലാലായ രീതിയിലൂടെ വാങ്ങിയ സമ്പാദിച്ച സമ്പാദ്യം കൊടുത്തിട്ട് ഒരു വസ്തു വാങ്ങുക. ആ ഭവനത്തിലേക്ക് ആദ്യമായി ഭവനം വെക്കാൻ തുടങ്ങുമ്പോ ആദ്യമായി വീടിന്റെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റിയടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കേരളത്തിന്റെ എല്ലാ മേഖലയിലുമുണ്ട്. കർണാടകയുടെ അവസ്ഥ എനിക്കറിയില്ല. അള്ളാഹുവെ, സയ്യിദന്മാരെ, ആലിമീങ്ങളെ, ബറക്കത്തുള്ളവരെ, ഹാഫിദീങ്ങളെ, സോലിഹീങ്ങളെ, മുത്തഖീങ്ങളെ കൊണ്ടുവന്ന്, ഇബാദത്തുള്ളവരെ കൊണ്ടുവന്ന്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരെ കൊണ്ടുവന്ന് അങ്ങനെ ഭവനത്തിന്റെ തുടക്കത്തിനൊരു കുറ്റിയടിച്ചാൽ ബറക്കത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇതര മതത്തിലുള്ള കർണാടകയിലെ ഈ മനോഹരമായ പറങ്കിപ്പേട്ടകളെ സ്വർഗീയാരാമത്തിന് സഹകരിച്ച ഇതര മതത്തിലുള്ള സഹോദരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, വിശ്വാസിയുടെ ഭവനത്തിന് തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ മതത്തിന്റെ ചില ആചാരങ്ങള് മുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ വീട് വെക്കാൻ തുടങ്ങുമ്പോ പൂജകൾ നടത്താൻ പാടില്ല. അനാവശ്യമായ ആരാധനാ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തോടെ പച്ചയായ ഒരു മരക്കുറ്റി കൊണ്ടുവന്ന് അടിച്ചു വെച്ചിട്ടാണ് തുടങ്ങുക. അത് സയ്യിദന്മാരെ കൊണ്ടുവന്ന് ഉസ്താദുമാരെ കൊണ്ടുവന്ന് തുടങ്ങിയാ നല്ലതാണ്. പാലമരം തന്നെ വേണമെന്ന് കിതാബുകൾ പറയുന്നില്ല. കറ പൊട്ടുന്ന മരത്തിന്റെ കഷണം തന്നെ വേണമെന്നൊരു ഭാഗത്തും പറയുന്നില്ല. അതൊക്കെ അനിസ്ലാമികമായി കടന്നു വന്ന ചിന്തകളാണ്, കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ അനുസരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് വെട്ടിയെടുത്ത് അവസാനം ഒരു കല്ല് വെക്കാൻ പോവുകയാണ്. നീ ഇബാദത്ത് ചെയ്യാ, നീ ഭക്ഷണം കഴിക്കുക, നീ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ അകത്ത് കല്ല് വെക്കുമ്പോ തറക്കല്ലിടുക, കല്ലിടിയിൽ കർമ്മം എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ആ കർമ്മത്തിന് വേണ്ടി സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സൂഫിയാക്കളെ, ആരിഫീങ്ങളെ, ആലിമീങ്ങളെ കൊണ്ടുവരല് പതിവാണ്. അൽഹംദുലില്ലാഹ് ബറക്കത്താണ്. പക്ഷേ ആ കല്ല് വെക്കുമ്പോ ആ കല്ലിനിടയിലേക്ക് സ്വർണം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാര് വരുന്ന ഒരു സമ്പ്രദായം അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ആ വീടിന്റെ ഒന്നാമത്തെ കല്ല് വെക്കുമ്പോ അതിന്റെ അടിയിൽ കാശ് വെക്കുന്ന, നാണയത്തൊട്ട് വെക്കുന്ന, സ്വർണം വെക്കുന്നത് അനിസ്ലാമികമാണ്. ആ നാണയത്തൊട്ടും സ്വർണവും പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ അല്ലാഹു പടച്ചതമ്പുരാനോട് കണക്ക് പറയേണ്ടി വരും. അൽഹംദുലില്ലാഹ് അങ്ങനെ മനോഹരമായ ഭവനം അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ താമസമാകാൻ പോവുകയാണ്. എത്രയോ ജനങ്ങളെ കൊട്ടാരത്തിന്റെ അകത്ത് വെച്ച് അല്ലാഹു തകർത്തു തരിപ്പണമാക്കിയ ചരിത്രം നിങ്ങൾക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, UT ഖാദർ എന്ന പ്രിയപ്പെട്ട മിനിസ്റ്റർ നേപ്പാളിലേക്ക് പോകാൻ മനസ്സ് വെക്കുകയാണ്. ചെറിയ ഒരു ഭൂചലനത്തിലൂടെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം രാജ്യങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായത്തെ ഭവനത്തിന്റെ അടിത്തട്ടിലേക്ക് തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാതിൽ ഈമാൻ. അല്ലാഹുവേ, പാറകൾ തുരന്നുകൊണ്ട് വലിയ കൊട്ടാരം വെച്ചിരുന്ന ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ ഉടമസ്ഥര് അല്ലാഹു പടച്ചതമ്പുരാ പൊളിച്ച് തകർത്ത് ഭസ്മധൂളിയാക്കി മാറ്റിപ്പോര ചരിത്രം പറയുന്നുണ്ട്. അത് നമുക്ക് മറക്കാൻ പറ്റൂല മുസ്ലിമേ, അത് നമുക്ക് മറക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവര്. എത്രയോ ഗോത്രങ്ങള് സഖറഹാ അലൈഹി സബ്അ ലയാലിൻ വസമാനിയത അയ്യാം, ഒരാഴ്ച കൊണ്ടല്ലേ ഒരു പ്രവാചകന്റെ സമുദായത്തെ മുഴുവനും അല്ലാഹു തകർത്ത് കളഞ്ഞത്. അവരൊരിക്കലും തകരൂലാന്ന് വിശ്വസിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്ത് അവരെ ഭസ്മധൂളിയെ പോലെ പടച്ചതമ്പുരാൻ മാറ്റിയില്ലേ? എന്തുകൊണ്ടാണ്? സ്വന്തം കൊട്ടാരത്തിന്റെ അകത്ത് അഹങ്കാരം കാണിച്ചത് കൊണ്ടാണ്. അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞിരുന്ന ഫിർഔനില്ലേ? 100 സ്റ്റെപ്പുള്ള കൊട്ടാരമായിരുന്നു ഫിർഔനിന്റെ കൊട്ടാരം. ഓരോ സ്റ്റെപ്പിലും സുന്ദരികളാണ് പെൺകുട്ടികളെ നഗ്നമേനി കൊണ്ട് നിർത്തിയിട്ട് അവരുടെ മാരടത്തിൽ പിടിച്ചിട്ടാണ് കൊട്ടാരത്തിലേക്ക് ഫിർഔൻ കയറിയിരുന്നത്. പക്ഷേ അവനെ പോലും അല്ലാഹു കൈകാര്യം ചെയ്തില്ലേ? ഖാറൂൻ ആരാണ്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം ആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖസസ് പറയുകയാണ്, ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ ഉടമയാ. അവന്റെ വീട് വിശ്വാസിയുടെ വീടല്ല,
ഭവനമല്ല, കുഫ്രിയത്തിന്റെ ശൈത്താനിന്റെ പൈശാചികത നിറഞ്ഞു തുളുമ്പുന്ന ഭവനമായിരുന്നു. അവനെ അല്ലാഹു എന്താ ചെയ്തതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിക്കടിയിലേക്ക് അല്ലാഹു താഴ്ത്തി. നമ്മുടെ വീട് ഇങ്ങനെയുള്ള വീടാവാന് പാടില്ല, നമ്മുടെ ഭവനം ഇങ്ങനെയുള്ള ഭവനമാകാൻ പാടില്ല. ബറക്കത്തിന്റെ, റഹ്മത്തിന്റെ, റാഹത്തിന്റെ, പൊരുത്തത്തിന്റെ വീടായി മാറുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പരലോകത്ത് പടച്ചതമ്പുരാന്റെ കോടതിയിൽ നിനക്ക് അല്ലാഹു തന്ന സൗഭാഗ്യം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എത്രയോ ആളുകൾക്ക് അല്ലാഹു വീട് കൊടുത്തിട്ടില്ല. കടത്തിണ്ണയിൽ കിടക്കുന്നവര്, വഴിയിൽ കിടക്കുന്നവര്, കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ലാതെ, ഉടുക്കാനൊന്നുമില്ലാതെ, മഞ്ഞും മഴയും വെയിലും ഒക്കെ ഒരുപോലെ സഹിച്ചുകൊണ്ട് കർണാടകയുടെ മംഗലാപുരത്തിന്റെ തെരുവോരത്ത് കിടക്കുന്ന എത്രയോ ആളുകളാ. അവർക്ക് അല്ലാഹു വീട് കൊടുത്തിട്ടില്ല, അവർക്ക് അല്ലാഹു കിടക്ക കൊടുത്തിട്ടില്ല, അവർക്ക് അല്ലാഹു സൗഭാഗ്യം കൊടുത്തിട്ടില്ല. നിനക്കല്ലാഹു ഭവനത്തിന്റെ ബറക്കത്ത് തന്നത് എങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും ഉമ്മ, എന്ത് മറുപടി പറയും ഉപ്പ? അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പുനരാമസത്തിന്റെ സമയമാകുമ്പോ വീട്ടിലേക്ക് ആദ്യമായി താമസം തുടങ്ങുകയാ. അങ്ങനെ ഒരു സമയമെടുക്കുമ്പോ എത്രയോ അനാചാരം നമ്മുടെ വീട്ടിന്റെ അകത്ത് നടക്കുന്നുണ്ട്. പൊരിയും പഴവും തേങ്ങയും ഒക്കെ വെച്ച് പൂജ നടത്തുന്നവരുണ്ട്, നിലവിളക്ക് വെച്ച് പൂജ നടത്തുന്നവരുണ്ടൊന്നും വേണ്ട. ആ ഭവനത്തിന്റെ അകത്ത് ഹദ്ദാദറാത്തി ഓതുക, ആ ഭവനത്തിന്റെ അകത്ത് വാങ്ങു വിളിക്കുക, ആ ഭവനത്തിന്റെ അകത്ത് സലാത്ത് ചെല്ലുക, ആ ഭവനത്തിന്റെ അകത്ത് ഖുർആൻ ഓതുക, ആ ഭവനത്തിന്റെ ബറക്കത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് സ്വതക കൊടുക്കുക. ആദ്യമായി അടുക്കളയുടെ അകത്തളത്ത് പാചകം ചെയ്യേണ്ടത് പാലാണ്. അതിനാണ് പാല് കാച്ചുക എന്ന് പറയുക, പാല് തിളപ്പിക്കുക എന്ന് പറയുക. എന്തേ കാരണമെന്നറിയോ? നമ്മുടെ മുത്ത് റസൂൽ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയ പാനീയം അത് പാല് തന്നെയാ. നബിതങ്ങൾ പറയുന്ന മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹു എനിക്ക് കദഹും ഫീഹി ലബൻ, കദഹും ഫീഹി ഖംർ, കദഹും ഫീഹി അസല്, ഒന്നിനകത്ത് തേനുണ്ട്, ഒന്നിനകത്ത് പാലുണ്ട്, ഒന്നിനകത്ത് കള്ളുണ്ട്, ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഇഖ്തർതുൽ ലബന, ഞാൻ പാലാണ് തിരഞ്ഞെടുത്തതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ആരംഭ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരു വിശ്വാസിയുടെ വീട്ടിന്റെ അകത്ത് ആദ്യം ഒരുക്കേണ്ടത് പാല് തന്നെയാണ്.